ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ MO നാസ് ക്ലിനിക് മുക്കം കോഴിക്കോട്. സ്ത്രീകൾ ഗർഭകാലത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും എങ്ങനെ മാറ്റിയെടുക്കാൻ നോക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ വഴി നമുക്കിത് മാനേജ് ചെയ്യാൻ നോക്കാം. ഗർഭകാലത്തെ ഛർദി, ഓക്കാനം അല്ലെങ്കിൽ ഗ്യാസ് കെട്ടിക്കിടക്കുന്നത്, ഗർഭകാലത്തെ കഴുത്തിലും അല്ലെങ്കിൽ മുഖത്തും അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, അല്ലെങ്കിൽ തൈറോയ്ഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഗർഭകാലത്തുള്ള പ്രമേഹം, അതായത് ഗസ്റ്റേഷണൽ ഡയബറ്റീസ്, അല്ലെങ്കിൽ ഗർഭകാലത്ത് തന്നെ നമുക്ക് BP കൂടുന്നത്, ഗർഭിണികൾക്ക് BP കൂടുന്നത്, അങ്ങനെ പോകുന്ന ഈ ഗർഭകാലത്തുള്ള ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നതും ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രഗ്നൻസി ഒന്നുകൂടി എൻജോയ് ചെയ്യാം. ഗർഭകാലത്ത് അവർ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അല്ലെങ്കിൽ മിക്ക സ്ത്രീകളും അനുഭവിക്കുന്നതാണ് ഭയങ്കരമായിട്ടുള്ള ഛർദി അല്ലെങ്കിൽ ഓക്കാനം. ഇത് ശരിക്കും ഒരു 3 months വരെ എല്ലാ സ്ത്രീകൾക്കും കണ്ടുവരാറുണ്ട്. ചിലർക്ക് അത് കഴിയുമ്പോൾ അങ്ങ് മാറും, ചിലർക്ക് അത് ഡെലിവറി വരെ നീണ്ടു നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഗർഭിണികളുടെ കാര്യം നോക്കുമ്പോൾ തന്നെ ഒരു 80% സ്ത്രീകൾക്കും എന്തായാലും ഈ ഛർദിയും ഓക്കാനും ഒക്കെ ഉണ്ടാവാറുണ്ട്. ദിവസവും ഒരു 2-3 തവണ ഛർദിക്കുന്നതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല, അല്ലെങ്കിൽ അത് അവരുടെ വെയിറ്റിന് കാര്യമായിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണിത്. പക്ഷേ ഇത് അവർക്ക് കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണം, അല്ലെങ്കിൽ ഈ വൊമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുക, അവർക്ക് ഫുഡൊന്നും എടുക്കാൻ കഴിയുന്നില്ല, അവരുടെ വെയിറ്റ് ശരിക്കും ഗർഭിണിയായിരിക്കുമ്പോൾ വെയിറ്റ് ഒരു 10 to 12 എന്തായാലും വെയിറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. അത് കൂടി അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്കതൊരു കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയാണ്. അത് ഹൈപ്പർ എമെസിസ് ഗ്രാവിഡാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ടിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സിവിയർ കണ്ടീഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പർ എമെസിസ് ഗ്രാവിഡാറം പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ ഇവർക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. കൂടാതെ ഇവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ HCG ലെവലും ഈസ്ട്രജൻ്റെ ലെവലൊക്കെ കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇനി ഇവർക്ക് നല്ല പോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി നല്ല ഡീഹൈഡ്രേഷൻ്റെ സിംറ്റംസ് കാണിക്കും, ഡ്രൈ സ്കിന്നൊക്കെ ആയിരിക്കും, അവരുടെ വെയിറ്റ് നല്ല രീതിക്ക് കുറയുകയും ചെയ്യും, പിന്നെ ഹാർട്ട് റേറ്റ് നല്ല കൂടുതലും ആയിരിക്കും. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നിർബന്ധമായിട്ടും ഇവരെ ഡോക്ടറെ കാണേണ്ടതാണ്. ഈ ബുദ്ധിമുട്ടുകൾ, ഈ ഛർദി, ഓക്കാനം എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയറ്റിൽ ഇഞ്ചി ഉൾപ്പെടുത്താം. ഇഞ്ചി നമുക്ക് വേണമെങ്കിൽ ജിഞ്ചർ ടീ ആയിട്ടോ അല്ലെങ്കിൽ വെറുതെ കടിച്ച് തിന്നാലും ഈ ഒരു ബുദ്ധിമുട്ടിനൊരു കുറവ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എരിവ്, പുളിയുള്ള ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക അവരുടെ ഡയറ്റിൽ നിന്ന്. ചിലർക്ക് സ്മെല്ല് വരുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ കൂടുതലായിട്ട് സ്മെല്ലടിക്കുന്ന ഫുഡുകളോ അല്ലെങ്കിൽ അവർക്ക് പറ്റാത്ത ഫുഡുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഗർഭകാലത്ത് ഇങ്ങനെ കൂടുതലായിട്ട് വൊമിറ്റിംഗ് ഉള്ള സ്ത്രീകളാണെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് എടുക്കാനും വെള്ളം നന്നായിട്ട് കുടിക്കാനൊക്കെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക, നല്ല രീതിക്ക് ഉറങ്ങാനും ശ്രമിക്കുക. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു വൊമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി കൂടുതലായിട്ട് ഈ ഗർഭകാലത്ത് വരുന്നതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയവർക്ക് ഇങ്ങനെ വരും, അല്ലെങ്കിൽ ട്വിൻസ് ഉള്ളവർക്കൊക്കെ കൂടുതലായിട്ട് വൊമിറ്റിംഗ് കണ്ടുവരാറുണ്ട്, അല്ലെങ്കിൽ മോളർ പ്രഗ്നൻസി, അല്ലെങ്കിൽ മോഷൻ സിക്നസ് പോലുള്ള കണ്ടീഷൻ ഉള്ളവർക്കോ മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഈ വോമിറ്റിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരാറ്. ഗർഭിണികൾ അനുഭവിക്കുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് വയറിൽ കൂടുതലായിട്ടുള്ള ഗ്യാസ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള വയറുവേദനയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും ഇങ്ങനെ കുറേ നേരം ഇരിക്കുക അതൊക്കെ ഒഴിവാക്കുക. ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് നടക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കണം. കൂടാതെ ഇവർക്ക് ചില ഫുഡുകളൊക്കെ ഗ്യാസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കടലയോ അല്ലെങ്കിൽ പരിപ്പോ അല്ലെങ്കിൽ കപ്പ, കിഴങ്ങുകളൊക്കെ ചിലർക്കൊക്കെ ഗ്യാസ് ഉണ്ടാക്കുന്ന കാണാറുണ്ട്. അങ്ങനെ ഗ്യാസ് ഉണ്ടാകുന്ന ഫുഡുകളൊക്കെ അവർ ഒഴിവാക്കേണ്ടതാണ്. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ പിന്നെ വയറ് കാലിയാക്കി ഇടാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു 1-2 മണിക്കൂർ കൂടുമ്പോൾ ലഘുഭക്ഷണങ്ങളായിട്ട് കഴിക്കാനും ശ്രദ്ധിക്കണം. ഗർഭകാലത്ത് അനുഭവിക്കുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് മുഖത്തും കഴുത്തിലും മറ്റ് ശരീരഭാഗങ്ങളിലൊക്കെ ഉണ്ടായി വരുന്ന കറുത്ത പാടുകൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2nd to 3rd ട്രൈമസ്റ്റർ ആ ഒരു ടൈമിലായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടുതൽ വരിക. അതായത് ഒരു 4th to 9th മന്ത് വരെ ആയിരിക്കും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരിക. തുടക്കത്തിൽ ഇങ്ങനെ ഗ്രാജുവലായിട്ട് ഉണ്ടായിട്ട് പിന്നെ ആ ഹോർമോൺസിൻ്റെ ആ ഒരു എഫക്റ്റ് തീരുമ്പോൾ അതിങ്ങനെ മങ്ങി വരുന്നതായിട്ടും കാണാം. പ്രഗ്നൻസി ടൈമിൽ ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നതും അതുവഴി മെലാനിൻ പ്രൊട്ടക്ഷൻ കൂടുന്നതും അല്ലെങ്കിൽ ഗർഭിണികൾ കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്നതൊക്കെയാണ് ഈ കറുത്ത പാടുകൾ ഉണ്ടാവാനുള്ള കാരണം. ഇത് ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് ശരീരത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. ഇത് മിക്കവാറും പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു 1 to 2 yearsൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് പോവാറാണ് പതിവ്. ഈ ഒരു ബുദ്ധിമുട്ട് ചിലർക്കെങ്കിലും ഭയങ്കരമായിട്ട് അവരുടെ കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുക, നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക വെയിൽ കൊള്ളുന്ന ഭാഗത്തൊക്കെ.
കൂടാതെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. മറ്റൊരു ബുദ്ധിമുട്ടാണ് ഗർഭകാലത്ത് BP കൂടുന്നത് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം. ഒരു 140 to 90 mmHg കൂടുതലാണ് പ്രഷറെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്. ഈ ഒരു കൂടിയ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. നന്നായിട്ട് വെള്ളം കുടിക്കുക. കൂടാതെ എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ചെറിയ രീതിക്ക് നടത്തം, എക്സസൈസൊക്കെ ഗർഭിണികൾക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ ഡയറ്റിൽ മുരിങ്ങയില കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രഷർ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കും. ഗർഭകാലത്ത് ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് തൈറോയിഡിലെ ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. സോ നമ്മളിത് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹൈപ്പോ തൈറോയിഡ്സ് ആണോ ഹൈപ്പർ തൈറോയിഡ്സ് ആണോ ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കാം. അതിനനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കാരണം തൈറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിയുടെ വളർച്ചയ്ക്കും ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ്. മറ്റൊരു ബുദ്ധിമുട്ടാണ് ഗർഭകാലത്ത് ഉണ്ടാകുന്ന പ്രമേഹം അല്ലെങ്കിൽ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇത് പൊതുവെ മിക്ക സ്ത്രീകൾക്കും ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ ഒരു വേരിയേഷൻസ് കാണിക്കാറുണ്ട്. സോ നമ്മൾ ഡയറ്റിൽ തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നത് കൺട്രോൾ ചെയ്യാം. ഒന്നാമതായിട്ട് ഒറ്റയടിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാതിരിക്കുക. നമ്മളൊരു ഇൻ്റർവെൽ എടുത്തിട്ട് ഒരു 2 മണിക്കൂർ ഇൻ്റർവെൽ എടുത്തിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. വേരിയേഷൻ വരുന്നവരാണെങ്കിൽ മധുരം, ചോക്ലേറ്റ്, കാർബ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കാനും ശ്രദ്ധിക്കുക. ഗർഭിണികൾ തീർച്ചയായിട്ടും ഈ ഗർഭകാലത്ത് കാൽഷ്യം കൂടുതലുള്ളതും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. കാൽഷ്യം കൂടുതലുള്ള നമ്മൾ റാഗി ഒരു ആഴ്ചയിൽ 2-3 തവണ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. കൂടാതെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എഗ്ഗ്, മിൽക്ക്, മാംസ്യം ഒക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. ഗർഭകാല സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ ഹോമിയോപ്പതിക് മെഡിസിൻസ് വെച്ചിട്ട് നല്ല രീതിക്ക് മാറ്റിയെടുക്കാം.